Hi friends, welcome back to my channel. അപ്പോൾ ദാ ഞാൻ വീണ്ടും വന്നിരിക്കുന്നു ഒരു കിഡിലൻ കേക്ക് റെസിപ്പിയും അതുപോലെ തന്നെ ഒരു സൂപ്പർ ഡെക്കറേഷനുമായിട്ട്. സൂപ്പർ ആണോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. കേക്ക് റെസിപ്പി ഏതാണെന്ന് വെച്ചാൽ നമ്മളെ നോർമൽ വാനില കേക്കാണ്. പക്ഷേ ഇതൊരു 2.5 kg റെസിപ്പിയാണ്. ഇതിന് മുന്നേ ഞാൻ വാനില കേക്കിൻ്റെ റെസിപ്പീസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഓടിപ്പോയിട്ട് കണ്ടു നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്താണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2.5 കപ്പ് മൈദ ഇട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ അളന്ന് വെച്ചിട്ടുള്ളതാണ് 2.5 കപ്പ് മൈദ. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം, ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡയും മൈദയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒരു 3 പ്രാവശ്യം അരിച്ച് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത് സ്കിപ്പ് ചെയ്യരുത്, നിങ്ങൾ മൈദ നന്നായിട്ട് തന്നെ അരിച്ച് മാറ്റി വെക്കുക. ഇപ്പോൾ ഞാനിവിടെ ഇതൊരു പ്രാവശ്യം ഇങ്ങനെ അരിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു ബൗൾ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ എല്ലാ ഭാഗം മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ 3 പ്രാവശ്യം തന്നെ നന്നായിട്ട് അരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഞാൻ ഇതിവിടെ ഇരിക്കട്ടെ. അടുത്തത് ഞാനിവിടെ ഒരു ബൗളിൽ, ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 10 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളത്. നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തിട്ട് തുടങ്ങാം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തിട്ട് തുടങ്ങാം. ഇത് നന്നായിട്ട് ബീറ്റായി വരുമ്പം ഇതിലേക്ക് 2.5 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ മുട്ടയുടെ സ്മെല്ലൊക്കെ മാറാനായിട്ട് നമുക്ക് തുടക്കത്തിൽ തന്നെ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇവിടെ 2.5 കപ്പ് പൊടിച്ച പഞ്ചസാര, പൊടിച്ചിട്ടാണ് 2.5 കപ്പ് ഉള്ളത്. അപ്പോൾ 2.5 കപ്പ് പൊടിച്ച പഞ്ചസാര ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്കിനി കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒന്നാകെ പഞ്ചസാര എടുത്ത് കൊട്ടാതെ ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് യോജിപ്പിച്ച് കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് ക്യാമറ ഇതും കൂടി ബാലൻസ് ചെയ്യാൻ പറ്റാഞ്ഞപ്പോൾ മോളാണ് കേട്ടോ ഇപ്പോൾ പഞ്ചസാര ഇട്ട് തരുന്നത്. അപ്പോൾ ഇപ്പോഴും ഒരുപാട് പേര് വാട്സപ്പിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലൊക്കെ കമൻസിലൊക്കെ കേക്കിൻ്റെ ഡൗട്ട്സ് മാത്രമായിട്ട് ചോദിക്കുന്നത്. അതാണ് ഞാൻ കേക്ക് വീഡിയോസ് തന്നെ മാത്രമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതും. എല്ലാവർക്കും അറിയേണ്ടത് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ പറ്റുന്നവർക്കൊക്കെ ഞാൻ റെസിപ്പി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ദാ ഞാനിനി 1/2 കപ്പ് ഓയിലാണ്, നമ്മൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെയായിട്ട് പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നതിന് ശേഷം കേട്ടോ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. കുറേശ്ശെയായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള മൈദക്കൂട്ട് കുറേശ്ശെയായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ പതുക്കെ വേണം, കണ്ടോ നമ്മളെ മുട്ടയൊക്കെ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുള്ളതാണ്, അതിനെ കുത്തി താഴ്ത്തരുത്. അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് പതുക്കെ വേണം ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ പതുക്കെ ചെയ്തെടുക്കുക. കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും കേക്കിൻ്റെ ബാറ്ററിനെ നമ്മൾ വേദനിപ്പിക്കരുത് കേട്ടോ. നമ്മൾ പതുക്കെ ചെയ്ത് കൊടുക്കണം, എന്നാലേ അത് നമ്മൾക്ക് ഉണ്ടാക്കി വരുമ്പോൾ ശരിയായിട്ട് വരുള്ളൂ. ഇപ്പം വീഡിയോ ഞാൻ സ്പീഡാക്കി കാണിക്കുന്നതാണ് കേട്ടോ. ഇത്ര സ്പീഡിൽ നിങ്ങൾ ചെയ്യരുത്, കുത്തി ഇളക്കരുത്. അതുപോലെ നമ്മൾ സ്പാച്ചില പാത്രത്തിൻ്റെ താഴെ വരെ തട്ടുന്നുണ്ടോ നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് മൈദയൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ. അപ്പോൾ ഇതിപ്പോൾ ഒരുപാട് ബാറ്റർ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇളക്കി യോജിപ്പിക്കാനായിട്ട് കുറച്ച് പ്രയാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ സാവധാനം എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഞാൻ മൈദ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും മൈദ യോജിപ്പിക്കുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ 10 ഇഞ്ചിൻ്റെ മോൾഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, സ്ക്വയർ മോൾഡാണ് എടുത്തിട്ടുള്ളത്. ഇത് 3 kgൻ്റെ ഒരു മോൾഡാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് 2.5 ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചൊന്നും കൂടി പരന്നിട്ടൊന്ന് കിട്ടുന്നേ ഉള്ളൂ കേക്ക് ബേക്കായി വരുമ്പോൾ. ഇതിൽ 2.5 മുതൽ 3 വരെ ബേക്ക് ചെയ്യാനായിട്ട് പറ്റും.
എന്നിട്ട് നമ്മൾ സ്ക്യൂർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് വരച്ചു കൊടുക്കുക, എവിടെയെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടാകാൻ പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ തട്ടി കൊടുക്കുക, 3 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിത് നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്കോ അതുപോലെ ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിലും ഒരു ബേക്ക് ചെയ്യാനായിട്ട് 180 ഡിഗ്രിയിൽ എനിക്ക് എടുത്തിട്ടുള്ള സമയം എന്ന് പറയുന്നത് 45 മിനിറ്റ് ആണ് കേട്ടോ. അപ്പോൾ ബേക്ക് ചെയ്യുന്നതൊക്കെ ഓരോരുത്തരുടെ ഒരു ടൈം അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ, ഓരോരുത്തരുടെ ഓവനിലെ ടൈം അനുസരിച്ചിട്ടായിരിക്കും. ഞാൻ പറഞ്ഞ ടൈമിൽ തന്നെ എല്ലാം കൃത്യമാവണമെന്നില്ല. അപ്പോൾ ഇതാ ബേക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട്. 45 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാനിത് കുത്തി നോക്കിയിട്ട് തന്നെയാണ് പുറത്തെടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് വേണം പുറത്തെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ കുത്തി നോക്കുമ്പോൾ നിങ്ങൾക്ക് വേവ് കുറവുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് വീണ്ടും വെച്ച് കൊടുക്കാം, ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ. ഇപ്പോൾ ഞാൻ സ്ക്യൂവർ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി കുത്തി നോക്കിയതാണ്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ചൂടാറുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ബാക്കി നമ്മൾ ഇത് ചൂടാറിയിട്ട് കാണിക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഇനി ഒരു 3 kg ബോർഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 3 kg ബോർഡ് എടുക്കുമ്പോഴാണ് നമ്മൾക്ക് 2.5 ശരിക്കും ചെയ്തിട്ട് അതിന്മേൽ കറക്റ്റായിട്ട് വെക്കാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ പുറത്തോട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ കേക്ക് മൂവ് ആവാതിരിക്കാനായിട്ട്. അപ്പോൾ ക്രീം ബീറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണാൻ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഫസ്റ്റ് ലെയർ കേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം കേക്ക് ഞാൻ 3 ലെയർ ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കേക്ക് വെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നതും ഞാൻ കാണിച്ചിട്ടുള്ളതാണ്, മുന്നത്തെ വീഡിയോകളിലൊക്കെ കാണിക്കുന്നതാണ്. അപ്പോൾ എല്ലാ വീഡിയോയിലും എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 കപ്പ് വെള്ളം, 1 കപ്പ് പഞ്ചസാര ഒന്ന് ചൂടാക്കി തിളപ്പിച്ച് എടുക്കുകയൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് അലിഞ്ഞ് വന്നാൽ മതി അതിൽ. എന്നിട്ട് പിന്നെ തണുപ്പിച്ചെടുക്കുക, ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മൾ കേക്കിൽ അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് ഇതാ ഞാനിപ്പോൾ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്, ഫസ്റ്റ് ലെയർ ക്രീം. അപ്പോൾ ക്രീമിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ അതും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണുക. അപ്പോൾ അതൊന്നും ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യണില്ല കേട്ടോ. ഇനി നന്നായിട്ട് തന്നെ ക്രീം ഫസ്റ്റ് ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്രീം അപ്ലൈ ചെയ്തത് ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വാനില കേക്കാണ്. വാനില കേക്കിലേക്ക് നിങ്ങൾക്ക് എന്താണ് ഉള്ളിൽ ഫില്ലിങ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫില്ലിങ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ ഫില്ലിംഗ് ആയിട്ട് എടുത്തിട്ടുള്ളത് ചെറിയാണ് കേട്ടോ. അപ്പം ഞാനിതിൻ്റെ മുകളിൽ ചെറിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഫില്ലിങ് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ അങ്ങനെ ഞാൻ 3 ലെയറും കൂടെ ചെയ്തിട്ട് മുകളിലെ ക്രീമും കൂടെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള കേട്ടോ. എൻ്റെ ഫോൺ ഹാങ് ആയിട്ട് എനിക്ക് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാനതവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് വേഗം ക്യാമറ ശരിയാക്കാനായിട്ട് നിന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഫസ്റ്റ് ലെയർ ചെയ്ത സെയിം അതേ സംഭവം തന്നെ സെക്കൻഡ് ലെയറും റിപ്പീറ്റ് ചെയ്യുക. തേർഡ് ലെയർ ഫുള്ളായിട്ട് ക്രീം വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഇത് ഞാൻ ഡെക്കറേഷനാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ സൈഡൊന്നും അത്ര ക്ലിയർ ആക്കിയിട്ട് പെർഫെക്റ്റ് ആക്കിയിട്ടൊന്നും എടുത്തിട്ടില്ല. കാരണം നമ്മൾ സൈഡിലൊക്കെ ഇങ്ങനെ ഡെക്കറേഷൻ കൊടുക്കുമ്പോൾ പിന്നെ പെർഫെക്റ്റ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ലീഫ് നോസിലാണ് കേട്ടോ. അപ്പോൾ ലീഫ് നോസിൽ നമ്മൾ ഷോപ്പിൽ ലീഫ് നോസിൽ ചോദിച്ചാൽ തന്നെ കിട്ടും. അപ്പോൾ ആ ഒരു ലീഫ് നോസിൽ വെച്ചിട്ട് നോർമൽ വെള്ള ആ കളറിൽ തന്നെ നമ്മൾ വിപ്പിംഗ് ക്രീമിൻ്റെ കളറിൽ തന്നെ താഴെ നിന്ന് മുകളിലോട്ടായിട്ട് വലിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഡെക്കറേഷൻ എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെ കഴിവിനനുസരിച്ചിട്ടും ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ നന്നായിട്ട് കഴിവുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതേ ഡിസൈൻ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ വേറെ ഡിസൈനൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ തന്നെ ഞാനിപ്പോൾ കേക്കിൻ്റെ ആ 4 ഭാഗവും ഫുള്ള് ഈ ഒരു ലീഫ് നോസിൽ വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്.
ഇപ്പോൾ ഇതാ ലീഫ് നോസിൽ വെച്ചിട്ട് ഞാനിപ്പോൾ 4 ഭാഗവും ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് റോസ് വരച്ചിട്ടുള്ള ഡെക്കറേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് റെഡ് കളറാണ് കേട്ടോ എടുക്കുന്നത്. വൈറ്റ് വിപ്പിംഗ് ക്രീമിൽ റെഡ്, നമ്മൾ കളർ മിസ്റ്റിൻ്റെ ആ റെഡ് വെൽവെറ്റ് കേക്കിൽ കാണിച്ച ഒരു കളർ ഉണ്ടല്ലോ, ആ കളറാണ് ഞാൻ ക്രീമിലേക്ക് എടുത്തിട്ടുള്ളത്. അതുപോലെ നൂറിൻ്റെ N1 നോസിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് റോസ് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെയിം ഈ 4 കോർണറിലായിട്ട് വലിയ റോസ് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വൈറ്റ് ആൻഡ് റെഡ് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. നല്ലൊരു ഭംഗി ഉണ്ടാവും ചെയ്ത് വരുമ്പോൾ കാണാനായിട്ട്. അപ്പോൾ ചിലവരൊക്കെ പറയുന്ന ഒരു ഡൗട്ടാണ്, ക്രീം കളറിൽ വൈറ്റ് കളറിൽ നമ്മൾ ക്രീം കളറിൽ കളറൊക്കെ ചേർക്കുന്ന ടൈമിൽ അത് മെൽട്ടായി പോകണമെന്നുള്ളത്. ഫ്ലവർ വരയ്ക്കാൻ പറ്റാറില്ല, ഫ്ലവർ വരച്ച് കഴിഞ്ഞാൽ അത് മെൽട്ടായി പോകണമെന്നുള്ളത്. അപ്പോൾ ഞാൻ ആ ക്രീമിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ജെൽ കളർ യൂസ് ചെയ്യുകയാണെങ്കിൽ. അതുപോലെ നമ്മൾ ഡെക്കറേഷൻ ചെയ്യണ മുന്നേ തന്നെ കുറച്ച് കളർ നമ്മൾ ബീറ്റ് ചെയ്താൽ ആദ്യം തന്നെ കളർ ചേർത്തിട്ട് ഒന്ന് മാറ്റിയിട്ട് വേറെ കവറിലാക്കിയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ പിന്നെ മെൽട്ടാവില്ല. ഇപ്പോൾ ഇതാ ഞാൻ ഫുള്ളായിട്ട് റോസ് വരച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി സെയിം ഈ റോസിൻ്റെ ചെറിയ നോസിൽ വെച്ചിട്ട് കുഞ്ഞു റോസും വരച്ച് കൊടുക്കുകയാണ് കേട്ടോ സൈഡിലൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയ പോലെയൊക്കെ ഡെക്കറേഷൻ ചെയ്താൽ മതി. ഇനി നിങ്ങൾ ഈ റെഡ് കളർ തന്നെ ചെയ്യണമെന്നില്ല, ഇഷ്ടമുള്ള കളറൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാം. പക്ഷേ യൂസ് ചെയ്യുമ്പോൾ ജെൽ കളർ പോലത്തെ യൂസ് ചെയ്താൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരക്കാനായിട്ട് പറ്റും കേട്ടോ. സൈഡിൽ അവിടെ ഇവിടെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു റോസാട്ടോ വരച്ചു കൊടുക്കുന്നത്. അങ്ങനെ തന്നെ നമ്മൾ സൈഡിലും മുകളിലൊക്കെ ഉള്ള ഡെക്കറേഷൻ കഴിഞ്ഞു. ഇനി മുകളിൽ കുറച്ച് ഭാഗം ഒരുപാട് പ്ലെയിൻ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും കൂടെ ചെറിയ റോസ് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ റോസിൻ്റെ നോസിലിട്ടിട്ട് ചെറുതായിട്ട് ഒരു 3 ഫ്ലവർ വരയ്ക്കുന്നുണ്ട്. പേര് എഴുതാനുള്ള ആ ഒരു ഭാഗം വിട്ടതിന് ശേഷം ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ റോസിനൊക്കെ ഓരോരോ ലീഫും വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീമിൽ ഗ്രീൻ കളർ ചേർത്തിട്ട് ലീഫ് നോസിൽ അറിയാലോ, ആ നോസിൽ വെച്ചിട്ടാണ് നമ്മളിവിടെ സൈഡിലൊക്കെ ആയിട്ട് ഫ്ലവറിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ലീഫ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തൊട്ട് നമ്മളെല്ലാ ഫ്ലവറിനും ലീഫും വരച്ചു കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഡെക്കറേഷനൊക്കെ ഫിനിഷ് ആയിട്ടോ. അങ്ങനെ ഇതാ നമ്മളെ കേക്ക് ഡെക്കറേഷനൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല മൊഞ്ചായിട്ടില്ലേ കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു കേക്ക് റെസിപ്പിയും ഡെക്കറേഷനും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിക്കോളൂ കേട്ടോ. അതുപോലെ
നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കാണാനായിട്ട്. പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെ ആരെങ്കിലും എൻ്റെ വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഒരു ബെല്ലൈക്കൺ കാണും, അവിടെ ഓൾ എന്ന ഓപ്ഷനിൽ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോഴാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.